ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടി സോപ്പ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. തേങ്ങാപ്പാലും അതുപോലെ തന്നെ റോസ് വാട്ടറും കൊണ്ട് നല്ലൊരു കിടിലൻ സോപ്പാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് എൻ്റെ ശബ്ദത്തിന് നല്ലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ സോപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 250 ഗ്രാം സോപ്പ് ബേസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്ന തേങ്ങാപ്പാലാണ് കേട്ടോ. ഞാൻ ഇവിടെ കുറച്ച് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്, പക്ഷേ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തതിലേക്ക് വേണ്ടത് കുറച്ച് റോസ് വാട്ടറാണ് കേട്ടോ. അപ്പോൾ മണത്തിന് വേണ്ടിയാണ് ഞാൻ റോസ് വാട്ടർ ചേർക്കുന്നത്, വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. നല്ലൊരു ബ്യൂട്ടി സോപ്പാണിത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സോപ്പ് ബേസിനെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ എടുത്തു വെച്ച വീഡിയോസൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ. ഇന്നലെ ഒന്നും വീഡിയോ ഇടാൻ പറ്റിയില്ല. പിന്നെ വിചാരിച്ച് ഇന്ന് ഒരു ചെറിയ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ശബ്ദം നല്ലതായിട്ട് കുറഞ്ഞില്ല എങ്കിലും ഒന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാനവിടെ സോപ്പ് ബേസ് എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സോപ്പ് ബേസിൽ ഗ്ലിസറിനൊക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല. തേങ്ങാപ്പാലും അതുപോലെ തന്നെ റോസ് വാട്ടർ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരുന്ന സോപ്പ് ബേസ് എല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് അതിനെ നല്ലതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി കിട്ടും കേട്ടോ. ഞാൻ ഇവിടെ സോപ്പ് ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ആയപ്പോൾ തന്നെ അതെല്ലാം നല്ലതുപോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലതുപോലെ ഒന്ന് കലക്കി കൊടുക്കാം കേട്ടോ. ഒന്നൊരു സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് അലിയാൻ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി ഒന്ന് അലിഞ്ഞ് കിട്ടും. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കുട്ടികൾക്ക് ഇത് തേക്കാൻ പറ്റിയ നല്ലൊരു സോപ്പാണ് കേട്ടോ. നമ്മളിതിൽ തേങ്ങാപ്പാൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സോപ്പാണ്. അപ്പം ഞാൻ ഇതിലേക്ക് അടുത്ത് നല്ല കട്ടിക്ക് കലക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കാതെയാണ് തേങ്ങാപ്പാൽ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത ശേഷം നല്ലതുപോലെ പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ അത് ചേർത്തപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഇതിനെ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ആ ചെറുതായിട്ടൊരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ റോസ് വാട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന സോപ്പിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 4 സോപ്പാണ് തയ്യാറാക്കിയെടുക്കുന്നത്. 250 ഗ്രാം സോപ്പ് ബേസിൽ 4 സോപ്പാണ് തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു 3 മണിക്കൂറൊന്ന് നല്ലതുപോലെ തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നല്ലതുപോലെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് സെറ്റായി വയ്ക്കുന്ന മുമ്പേ അതിൻ്റെ പുറത്തുള്ള ആ ഒരു പതയൊക്കെ ഒന്ന് മാറ്റിക്കളയണം. അല്ലെങ്കിൽ നമ്മൾ സോപ്പ് സെറ്റായി വരുമ്പോൾ ഒട്ടും തന്നെ ഭംഗിയാണില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ അതിൻ്റെ ആ പത എല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു നല്ലതുപോലെ ഒന്ന് സെറ്റാവട്ടെ. ഒരു 3 മണിക്കൂറൊക്കെ വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ സെറ്റാവും കേട്ടോ. ഇതിവിടെ നല്ലതുപോലെ സോപ്പ് സെറ്റായിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള സോപ്പാണ് കേട്ടോ. ആ ഒരു ഇത് തേങ്ങാപ്പാലൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ഗ്ലേസിങ് ആയിട്ടുള്ളൊരു സോപ്പാണ്. കണ്ടോ, കാണാൻ നല്ല ഭംഗിയല്ലേ സോപ്പ്. ഒരു കളറോ ഒന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പം നിങ്ങളെല്ലാവരും സോപ്പ് ഉണ്ടാക്കാൻ അറിയാത്തവരും നമ്മൾ ഇതുപോലെ വീഡിയോ കണ്ട് സോപ്പ് തയ്യാറാക്കുകയാണെങ്കിൽ അധികം വിലയൊന്നും കൊടുത്ത് നമുക്ക് കടയിൽ നിന്നും സോപ്പ് വാങ്ങിക്കാതെ നമ്മളെ വീട്ടിൽ തന്നെ ആവശ്യമുള്ള സോപ്പ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഈ സോപ്പ് ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു പോവല്ലേ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
പിന്നെ ആരും ലൈക്ക് ചെയ്യാൻ മറന്നു പോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം.